കമോൺ, എല്ലാവരും ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഇനി മതിയാക്കിക്കോളൂ, വിശ്രമിക്കാം. ഇന്നത്തെ പരേഡ് സെഷൻ ഇതോടെ തീർന്നു. ഇനി നമ്മൾ എല്ലാവർക്കും കാട്ടിലേക്ക് പോകാം. എല്ലാ കുട്ടികളും നല്ലപോലെ ശ്രദ്ധിക്കണം. കാട് കാണാൻ എത്രമാത്രം ഭംഗിയുണ്ടോ അത്രമാത്രം കാട് വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അപകടം ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. മുന്നില്, പുറകെ, ഇടത്, വലത്, എവിടുന്ന് വേണമെങ്കിലും ഉണ്ടാവാം. കേട്ടല്ലോ? അപകടം മോളിൽ നിന്നും കൂടി വരും സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, മുകളിൽ നിന്നും അപകടം വരും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, ബി അലേർട്ട്. ഇനി എല്ലാവരും എന്റെ പുറകെ വരൂ. ഞാൻ എത്ര അലേർട്ടാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ശിവ, ലഡ്ഡു സിംഗ് സാറ് കൂടുതൽ സുരക്ഷിതം നോക്കുവാണല്ലോ. എല്ലാരും ഓർത്തു വെക്ക, ഈ കാട്ടിൽ വന്യമൃഗങ്ങളും ഉണ്ട്, മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാവരും എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. പക്ഷെ ഈ ലഡ്ഡു സിംഗ് നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ കാട്ടിലെ ഒരു വന്യമൃഗങ്ങളും നിങ്ങളെ വന്ന് ആക്രമിക്കില്ല. ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയതേ, അറിയോ? കേട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലേ? കാട്ടിലെ വന്യമൃഗങ്ങളുടെ ശബ്ദം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ശരി, ഇനി ഇത് കേട്ടിട്ട് പറ, ഇത് ഏത് മൃഗത്തിന്റെ ശബ്ദമാണെന്ന്? സിംഹമാണോ, അതോ ചീറ്റയാണോ, അല്ലെങ്കിൽ ചെന്നായുടെ ആണോ എന്ന്? പറഞ്ഞത് തെറ്റ്. ഈ ശബ്ദം ഏതോ കേട്ടതുപോലെ തോന്നുന്നു. പക്ഷെ ആരുടെയാണ്? ആരെങ്കിലും ഗസ് ചെയ്തൊന്ന് പറ. വേഗം 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 പറ. അല്ല, നിങ്ങൾക്ക് ആകെ ആ ഒരു മൃഗത്തിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. ആരോട് ചോദിച്ചാലും ആ പേര് മാത്രമാണല്ലോ പറയുന്നത്. സർ, ഇത് കരടിയുടെ ഒച്ചയാണ്. എന്താണ് തെളിവുള്ളത്? പറ ശിവ, നീ ഒന്ന് പറഞ്ഞേ, ഇത് കരടിയുടെ ശബ്ദം തന്നെയാണോ എന്ന്. തെളിവ് സാറിന്റെ പുറകിൽ തന്നെ ഉണ്ടല്ലോ സാറേ. തെളിവ്? അതും എന്റെ പുറകെ നിൽക്കുന്നുണ്ടെന്നോ? എവിടെ? എല്ലാരും വേഗം മരത്തിലോട്ട് കേറ്. ഓടിക്കോ 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 ഓടിക്കോ. ഞങ്ങളെ രക്ഷിക്കേ, കരടി ഇങ്ങോട്ടാ വരുന്നത്. ശിവ,
എല്ലാ കുട്ടികളും വേഗം വന്ന് ബസ്സിൽ കയറൂ. ഞങ്ങൾ ശിവയായിട്ട് വന്നോളാം, നിങ്ങൾ പോയിക്കോളൂ. ഡോണ്ട് വറി, ലഡു സിംഗ് സാറും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ലഡു സിംഗ് സാറേ, ഈ കുട്ടികളുടെ ചുമതല ഞാൻ സാറിനെ ഏൽപ്പിക്കുക. നന്നായിട്ട് നോക്കണേ, കേട്ടല്ലോ? ഡോണ്ട് വറി, നിങ്ങൾ മറ്റുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഞങ്ങൾ ശിവേനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. ശിവ, നമുക്ക് വേഗം തിരിച്ചു പോകാം. ബാക്കി കുട്ടികളൊക്കെ ടീച്ചറൊപ്പം പോയി. നീ പറഞ്ഞത് ശരിയാണ് രേവ. ഒരു പ്രാവശ്യം കരടി നമ്മളുടെ പുറകെ വന്നാൽ പിന്നെ അത് നമ്മളെ വിടുകയില്ല. അത് തീർച്ചയായിട്ടും വീണ്ടും വരും. നിങ്ങൾ വെറുതെ ഇങ്ങനെ പേടിക്കരുത്. നോ, അത് പെട്ടെന്ന് എന്റെ പുറകെ വന്നൂന്നേ ഉള്ളൂ. അത് കണ്ട് പേടിച്ച് ഞാൻ മുകളിലേക്ക് പൊങ്ങിപ്പോയതാ. പക്ഷെ ഇപ്പോ ഞാൻ എന്തിനും റെഡിയാണ്. ലഡു സിംഗ് സാറേ, റെഡിയായിക്കോ. വീണ്ടും വന്നു. അല്ല, ഈ കരടിക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ എന്റെ പുറകെ വരാൻ? ഇതെന്താ ഇങ്ങനെ നമ്മുടെ പുറകെ കെട്ടിയെടുക്കണേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ലഡു സിംഗ് സാർ പറഞ്ഞല്ലോ റെഡിയാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അതെ, ഞാൻ റെഡിയാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് ഞാൻ റെഡി ആയിട്ടുള്ളത്. വേഗ പാറക്കല്ലുരുട്ടി അടയ്ക്കാൻ നോക്ക്. ശിവ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ കല്ല് പൊട്ടിച്ച് കരടി വരും. എന്താ ചെയ്യാ? ഒരു എത്തും പിടുത്തം ഇല്ലല്ലോ. യെസ്, വേഗം ഇതിൽ പിടിച്ച് എല്ലാരും മേലോട്ട് കേറാൻ നോക്ക്. പോയോ? ലഡു സിംഗ് സാർ, വേഗം കേറൂ. വേഗം വാ. ഞാൻ എങ്ങനെ ഇവിടുന്ന് വരും ശിവ? ഈ പന്ന കരടി എന്നെ വിട്ടിട്ട് വേണ്ടേ? കരടി സാറ്, എന്നോട് എന്താണ് ഇത്രയും വലിയ വിരോധം? പറയൂ, എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ? പൊക്ക്, എന്നെ വേഗം പൊക്ക്. ശിവ, എന്നെ ഒന്ന് വേഗം പൊക്ക്. എന്റെ കരടി സാറേ, എന്നെ ഒന്ന് വിട്. എനിക്ക് അവരോടൊപ്പം പോകണം. എന്നെ ഒന്ന് വിടാൻ. എന്റെ അമ്മോ. അതെ, എന്റെ ഷൂ തന്നേ. എന്റെ ഷൂ തരാനല്ല പറഞ്ഞത്. ഓഹോ, ലഡു സിംഗ് സാർ, ഷൂ പോയാ പോട്ടെ, എന്തായാലും നിങ്ങളെ കാലിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. വേറെ വഴി കൂടി ആ കരടി വീണ്ടും വന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും കുടുങ്ങും. ഞാനും വരുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. സാധാരണ കരടി അങ്ങനെ ആരെയും ദ്രോഹിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യരുടെ മുമ്പ് വരാതെ കാട്ടിലിരിക്കുകയാണ് പതിവ്. പക്ഷെ ഇത് എന്തിനാ വീണ്ടും വീണ്ടും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? അതിന് നമ്മളോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ. അതെ, ഈ കരടി ആള് വളരെ മോശമാണല്ലോ. എപ്പോഴും നമ്മുടെ പുറകെയാണല്ലോ വരുന്നത്. ഇതിനെന്താ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ?
രവ, നീ ആദ്യം അങ്ങോട്ടേക്ക് പോ, എന്നിട്ട് എല്ലാവരെയും അങ്ങോട്ടാക്ക്. ഇതെന്താ ഇങ്ങനെ ആയത്? മുന്നിൽ വലിയൊരു കൊക്ക, പുറകെ ആണെങ്കിൽ ഒരു കരടിയും വരുന്നു. നമ്മുടെ എല്ലാവരും കാറ്റ് പോയതല്ലേ? എല്ലാവരും മുകളിൽ കയറാൻ നോക്ക്, അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. എനിക്ക് കാലെടുക്കാൻ പറ്റുന്നില്ല. ശ്ശോ, പോ, 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 പോവാനല്ലേ പറഞ്ഞേ? പോ, ഇവിടുന്ന് പോ. ലഡു സിംഗ് സാറേ, രവിയുടെ കാല് പുറത്തെടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. രവ, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ചില വേട്ടക്കാര് മൃഗങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്നു. ആ കരടിയുടെ കുട്ടിയും ഇവിടെയുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഈ കരടിക്ക് ഇത്രയും ദേഷ്യം. അതിന്റെ വിചാരം നമ്മൾ അതിന്റെ കുട്ടിയെ തട്ടിയെടുത്തു എന്നാണ്. യു ആർ റൈറ്റ്. നീ ലഡു സിംഗ് സാറിനോട് പറ, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്ന്. സൂർമാർ ബനാർസി, നിങ്ങളുടെ തലയിൽ തലച്ചോറാണോ അതോ പരിപ്പോടെയാണോ? ഈ ചെറിയ കുഞ്ഞിനെയാണല്ലോ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. സോറി കുഞ്ഞുകരടി, സോറി. ഇവന്മാരൊക്കെ വെറും മണ്ടന്മാരാ. ഇവന്മാർക്കറിയില്ല ഞാൻ എന്തുമാത്രം ഇമോഷണൽ പിടിച്ച മനുഷ്യനാണെന്ന്. സ്വന്തം അമ്മയെ പിരിഞ്ഞ ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഓ എന്റെ ഹണ്ടർ സംഗീതി, ഒന്ന് വാപ്പ് കൊടുക്ക്. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇത്രയും വലിയ ഇമോഷൻസ് ഉണ്ടെന്ന്. ചെല്ല് കുഞ്ഞുകരടി, ചെല്ല്. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞു ഇതിനെ വിടാൻ പറഞ്ഞോന്നാ ചോദിച്ചേ. എനിക്ക് ഇമോഷണൽ ഉണ്ടെന്ന് കരുതി പണം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കില്ലടാ മണ്ട. ഈ കുട്ടിയുടെ തള്ളയെ ഇങ്ങോട്ട് വരുത്താൻ എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. അത് അറിയണം നിനക്ക്. ഇതിന്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് കിട്ടിയ അവരെ വിറ്റ കോടിക്കണക്കിന് പണമാ നമുക്ക് കിട്ടാൻ പോകുന്നത്. അറിയോ നിങ്ങക്ക്? സോറി ഉണ്ട് കേട്ടോ, സോറി. ഇതിന്റെ അമ്മയെ പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല. അവളെ കൊടുക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഞാനും ഒന്ന് കാണട്ടെ ഇതിന്റെ തള്ളക്കരടി എങ്ങനെ എന്റെ കയ്യിൽ കുടുങ്ങാതിരിക്കാന്ന്. ഈ കരടിയുടെ കുട്ടിയെ കൊണ്ടുപോയി അതിന്റെ അമ്മയുടെ അടുത്ത് കൊടുത്താൽ അത് സന്തോഷിക്കും. വാ വാ വാ, പേടിക്കണ്ട, വാ.
കുട്ടി അതിനെ കൊണ്ട് എവിടെ പോകുന്നേ? അവിടെ നിക്കാനാ പറഞ്ഞേ, നിക്ക്. അതെ കരടി, നീ എന്റെ ഒരു ഷൂ അടിച്ചോണ്ട് പോയില്ലേ? വേണമെങ്കിൽ മറ്റേ ഷൂ ഞാൻ നിനക്ക് തരാം. നീ എന്നെ ഒന്നും ചെയ്യാതിരുന്നാ മതി. ലഡ്ഡു സിംഗിന്റെ ഷൂ നിനക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടുവല്ലേ? എന്നാ പിടിച്ചോ, ഇതും വാങ്ങിച്ചോ, ഞാൻ തരാം. ശിവ, ശിവ, പ്ലീസ് ഹെൽപ്പ് ശിവ. ഈ കഴുകിന്റെ അടുത്ത് എന്നെ വേഗം ഒന്ന് രക്ഷപ്പെടുത്ത. ശിവ, പ്ലീസ് ഹെൽപ്പ്. ശിവ, ഇതിനെ എവിടുന്നാ കിട്ടിയേ? നല്ല കാര്യം, ബേബി ബെയറും അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയത്. ഇനി വരൂ, നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോവാം. ലഡ്ഡു സിംഗ് സർ, ആ വേട്ടക്കാര് ബേബി ബെയർ മാത്രമല്ലാതെ മറ്റു മൃഗങ്ങളെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതാ അമ്മ കരടിയുടെയും കുട്ടിയുടെയും ഒച്ച തന്നെയാണല്ലോ. അവർ അപകടത്തിലാണ്. വേഗം വരൂ. വന്നേ. സുറുമ, നീ കണ്ടില്ലേ? നിനക്കൊന്നും ഈ തള്ളയെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ കണ്ടില്ലേ, എളുപ്പത്തിൽ പിടിച്ചത്. പിന്നെ സാറ് പോയപ്പോ ഒരു കുട്ടി വന്ന് ഇതിന്റെ കുഞ്ഞിനെ കൊണ്ട് പോയി സാറേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. മര്യാദക്ക് അവരെ വിട്ടോ, അല്ലെങ്കിൽ നടക്കുന്ന കാര്യം വേറെ ആയിരിക്കും. ഇവനെ പിടിക്ക. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എന്റെ കാല് വിട്. പിടിച്ചോ, എന്റെ മറ്റേ ഷൂ വേണമെങ്കിൽ നീ എടുത്തോ, പക്ഷെ എന്റെ കാല് വിട്ടാ മതി. വിടാനല്ല പറഞ്ഞ. ആദ്യം ഇവിടെ അങ്ങോട്ട് നോക്ക്. എന്റെ അമ്മ നമ്മളെ കൊടുക്കേ. ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ
എന്റെ അമ്മോ. ചെല്ല്. Thank you, friend. A friend in need is a friend indeed. മതി നിർത്ത്. ഇനി എന്നെ തല്ലരുത്. ഞാൻ വളരെ ഇമോഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. ഇനി എന്നെ തല്ലരുത്. എന്റെ പൊന്നു ഇൻസ്പെക്ടർ സാറേ, എന്തിനാ അവിടെ നിന്ന് നോക്കി വെറുതെ സമയം കളയുന്നത്? വേഗം എന്നെ അറസ്റ്റ് ചെയ്ത് ഈ കുട്ടിയുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നല്ല നിന്റെ പേര്? ശിവ. സോറി കേട്ടോ. ഇനി എല്ലാവർക്കും ജയിലിലേക്ക് പോകാം. ബാക്കിയുള്ള നായാട്ടം അവിടെ ആകാം. ഏറ്റവും വലിയ ജയിലാണത്. എന്ത് ജയിലിൽ നായാട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങളെ ഉള്ളു സാറേ? അവിടെ കൊതുണ്ട്, ഈച്ചയുണ്ട്, പിന്നെ പാറ്റയുണ്ട്, സ്പൈഡറുമുണ്ട്.